ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പൊതുവെ ഉള്ളൊരു തർക്കമാണ് ഒരു വ്യക്തി എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നുള്ളത്. ശാസ്ത്രം പറയുന്നത് 3 ലിറ്റർ. എന്നാൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ശാസ്ത്രം പറയുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ തീവ്രതക്കനുസരിച്ച്, നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തിനും സൈസിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ദാഹം എപ്പോഴാണ് അനുഭവപ്പെടുന്നത് ആ സമയം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചുള്ള ബെനിഫിറ്റുകൾ എന്തെല്ലാം നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇറ്റ് ബൂസ്റ്റ് എനർജി ലെവൽ. നമ്മുടെ ശരീരത്തിന് എനർജി ഒരു ചുറുചുറുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ വെള്ളം പാകത്തിന് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഈ വെള്ളം നമ്മൾ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ രക്തത്തിലേക്കാണ് അത് കയറുക. അപ്പം നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂടും. ഈ ഹൃദയം കൃത്യമായി രക്തം പമ്പ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രക്തം എത്തുന്നുണ്ട്. ഈ രക്തം കൂടുതൽ വെള്ളം കുടിക്കുന്നവർ കൂടുതൽ കണ്ടന്റ് കൂടുകയും കൃത്യമായി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനും വിറ്റാമിൻസ് എത്താൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു എനർജി ലെവൽ തോന്നും. മറ്റൊന്നാണ് ഇറ്റ് പ്രൊമോട്ട് വെയിറ്റ് ലോസ്. ശരീരഭാരം കുറക്കുക. ഇന്നത്തെ പൊതുവെ എല്ലാ ആളുകൾക്കും പ്രശ്നമാണ് ശരീരഭാരം കുറക്കണം. ഈ ശരീരഭാരം കുറക്കുന്നതിന് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട്. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. നമ്മൾ ശരീര ടോട്ടൽ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കും. ആ സമയത്ത് കൃത്യമായൊരു ഫാറ്റ് ബേൺ പ്രോസസ്സിന് എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ ശരീരഭാരം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന കാര്യം മനസ്സിലാക്കുക. മറ്റൊന്നാണ് ഇറ്റ് ഹെൽപ്സ് ഡൈജഷൻ. പല ആളുകൾക്കും ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുക ആമാശയത്തിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് നടന്നതിന് ശേഷം ഇത് ദഹിക്കുന്നത്. ഈ ആമാശയത്തിലെ പല പ്രവർത്തനങ്ങളും ആവശ്യമായ അളവിൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായ വെള്ളം ലഭിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഡൈജഷൻ ദഹന പ്രക്രിയ പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ദിവസം നല്ല രീതിയിൽ നമുക്ക് എപ്പോഴാണ് ദാഹം അനുഭവപ്പെടുന്നത് ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശീലിക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഇത് പ്രിവെൻസ് കോൺസ്റ്റിപ്പേഷൻ. അതായത് മിക്ക ആളുകൾക്കും ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് മലബന്ധത്തിന്റെ പ്രശ്നമായിരിക്കാം. നമുക്കറിയാം നമ്മളെ ഈ മലം കെട്ടിക്കിടക്കുക മലാശയത്തിലാണ്. ഈ മലാശയത്തിന്റെ ഭാഗത്താണ് ശരീരം ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. ആ ഭാഗത്ത് വളരെ ടൈറ്റായി കിടക്കും. അപ്പോൾ നിങ്ങൾ ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ആളുകൾ കൃത്യമായി ബോധപൂർവം രാവിലെ എഴുന്നേറ്റതിന് ശേഷം വെറും വയറ്റിൽ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മുടെ ആമാശയത്തിലെത്തി ചെറുകുടൽ വൻകുടലിലൂടെ എത്തിയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മലാശയത്തിന്റെ ഭാഗത്ത് എത്തുകയും അവിടെ കെട്ടിക്കിടക്കുന്ന ഈ ടൈറ്റായി കിടക്കുന്ന മലത്തെ ലൂസാവുകയും കൃത്യമായ രീതിയിൽ പുറത്തു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം തടയാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നന്നാവും. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത് സപ്പോർട്ട്സ് കിഡ്നി. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ശരിക്കും കിഡ്നി. ശരീരത്തിലെ എല്ലാ രക്തത്തിന്റെ കണ്ടന്റുകളും ഒരു ദിവസം പല തവണകളായിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഈ ഫിൽട്ടറിങ് പ്രോസസ്സിന് നല്ല വെള്ളം ആവശ്യമാണ്. കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടി നല്ല കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അളവിൽ വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ കിഡ്നി സ്റ്റോൺ അതുപോലത്തെ കിഡ്നി ഫെയിലിയർ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ഹെൽത്തി സ്കിന്ന്. നമ്മൾ ചില ആളുകൾക്ക് നല്ല എത്ര പ്രായം ഉണ്ടായാലും അവരെ യങ്ങായി തോന്നും. അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും, മൃദുത്വം അനുഭവപ്പെടും. ഇതിന്റെ പ്രധാന കാരണം വെള്ളം നല്ല കുടിക്കണം. കാരണം നമ്മുടെ സ്കിന്നിന് വെള്ളത്തിന്റെ അംശം നല്ല ആവശ്യമുണ്ട്. ഈ സ്കിന്ന് എന്ത് ചെയ്യുക? ഈ വേർപ്പ് ഗ്രന്ഥി കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോശങ്ങളിലുള്ള വേസ്റ്റുകളൊക്കെ വേസ്റ്റുകൾ നീക്കേണ്ടതുണ്ട്. ഈ കോശങ്ങളിലുള്ള വേസ്റ്റുകൾ നീക്കണം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അപ്പൊ നിങ്ങൾ നല്ല ഗ്ലോയി സ്കിൻ, നല്ല ഭംഗിയുള്ള സ്കിൻ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഇറ്റ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ നാടുകളിലൊക്കെ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി കൂളന്റ് ഒഴിക്കും. പണ്ട് കാലഘട്ടം എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടിയാണ് പച്ചവെള്ളം ഒഴിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചില സമയത്ത് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരും. ആ സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാവുന്ന സംവിധാനമാണ് വേർപ്പ് ഗ്രന്ഥികൾ. ഈ വേർപ്പ് ഗ്രന്ഥികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ അളവിൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. മറ്റൊന്നാണ് നമ്മുടെ ജോയിന്റുകളെ ലൂബ്രിക്കേഷൻ നിലനിർത്താൻ നന്നായിരിക്കും. കാരണം മിക്ക ആളുകൾക്കും ഇപ്പം മുട്ടുവേദന, കൈവേദന, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജോയിന്റുകളുണ്ട്. ഈ ജോയിന്റുകളൊക്കെ ശരീരത്തിന് പല ലിക്വിഡുകളുണ്ട്. ഈ ലിക്വിഡ് മെയിൻ കണ്ടന്റ് വാട്ടറാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ജോയിന്റുകളിൽ നല്ല ലിക്വിഡ് നിറയാനും നമ്മുടെ ജോയിന്റ് നല്ല ബലത്തോടെ നിലനിൽക്കാനും സാധ്യത കൂടുതലാണ്.
മറ്റൊന്ന്, ഇറ്റ് ഹെൽപ്സ് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ. അത് നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയ നടക്കുകയാണ്. ദഹനപ്രക്രിയ നടന്നതിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസും വിറ്റാമിൻസ് ഒക്കെ ശരീരം സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ അളവിൽ വെള്ളം നമ്മുടെ ആമാശയത്തിലും നമ്മുടെ ശരീരത്തിലും അത്യാവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് അളവിൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്തിൽ ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കാനും അതിൽ നിന്നുള്ള ന്യൂട്രിയൻസും വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ ശരീരത്തിൽ നല്ല രീതിയിൽ അത് സ്വീകരിക്കാനും ശരീരത്തിന് കഴിയും. മറ്റൊന്നാണ്, ഇറ്റ് ഇംപ്രൂവ്സ് ഹാർട്ട് ഫങ്ഷൻ. നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വെള്ളം നല്ല ആവശ്യം. കാരണം ഹൃദയം, നമ്മൾ വെള്ളം കുടിക്കണം, നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം കുടിക്കുന്ന സമയത്ത് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടും. രക്തത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും ഹൃദയത്തിന് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് രക്തം പമ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ ദാഹിച്ച് വലയുന്ന സമയത്താണ് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യും, ഹൃദയം അത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും. അപ്പം നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലത് ആണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് അളവിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ സംശയം, എന്ത് വെള്ളം കുടിക്കണ പലർക്കും സംശയം ഒന്നുമില്ല. നമ്മുടെ ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാ കിണറ്റിലെ നല്ല വെള്ളമാണ് കുടിക്കേണ്ടത്. എന്നാൽ ടൗണിലെ പ്രദേശങ്ങളാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കേണ്ടി വരും. ഈ എത്രത്തോളം കുടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് ദാഹം അനുഭവപ്പെടുന്നത്. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ ദാഹം എന്നുള്ള ഒരു സിംറ്റം വരും. ദാഹം എത്രത്തോളം എപ്പോഴൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എന്നാലും ശാസ്ത്രം പറയുന്നത് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മിനിമം ഒരു ദിവസം 3 ലിറ്റർ, അതായത് 15 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയുന്നു. ഓക്കെ, ബൈ.